ഹലോ, അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, ഒരുപാട് പേർക്ക് അത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, അടുക്കിപ്പെറുക്കുക ഈ പണികൾക്കൊക്കെ ഒരുപാട് വർഷത്തെ ജാപ്പനീസുകാരുടെ കണക്കനുസരിച്ചിട്ട് 1000 വർഷത്തെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളിപ്പം ഏറെക്കുറെ കുറേ ജാപ്പനീസ് കോൺസെപ്റ്റിനെ പറ്റി പഠിച്ചല്ലോ. അപ്പം നെക്സ്റ്റ് വേണമെന്ന് പറയുന്നതുണ്ടല്ലോ ചിദോസെ. ചിദോസെ എന്ന് പറഞ്ഞാൽ ചിദോസെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സിമ്പിൾ, 1000 വർഷങ്ങൾ. ജപ്പാനിലെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ സെലിബ്രേഷൻ്റെ പേര് ഷിച്ചിഗോസെൻ എന്നാണ്. അതായത് അവിടുത്തെ കുട്ടികളുടെ ഹെൽത്ത്, അവരുടെ ഗ്രോത്ത്, ഇതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിന് അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണത്. ആ ആഘോഷം നടക്കുന്ന സമയത്ത് പാരൻസ് കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കും. സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഠായിയാണ്. അത് വെറും മിഠായിയല്ല, ഒരു പ്രത്യേകതയുള്ള ഒരു മിഠായിയാണ്. ആ മിഠായിയുടെ പേര് ചിദാൻസെ ആമേ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മാമനോട് ചോദിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഭയങ്കര നീളമുള്ളൊരു മിഠായിയാണ്. നമ്മുടെ റെഡും വെള്ളയും കൂടെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു വടി കണക്കിന് നീളത്തിലുള്ളൊരു മിഠായിയാണ്. ആ മിഠായി പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾ 1000 വർഷത്തോളം പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ നല്ല ദീർഘായുസോടു കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ ആ മിഠായി അവർ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മളുടെ വരും തലമുറയും തമ്മിൽ എന്താ കണക്ഷൻ എന്നല്ലേ ഇപ്പം പറയാം. നമ്മളൊക്കെ പൊതുവേ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വഴികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനടക്കമുള്ള നിങ്ങൾ എല്ലാവരും നമ്മൾ കടയിൽ പോയിട്ട് മറ്റ് ചപ്പാത്തീൻ്റെ പാക്കറ്റ് നമ്മൾ മേടിക്കും, അതുപോലെ ദോശേൻ്റെ ബാറ്റർ, ഇടിയപ്പം. പിന്നെ അത് മാത്രമൊന്നുമല്ല, ഞാൻ മെയിനായിട്ട് യൂസ് ആക്കുന്നത് ദോശേൻ്റെ ബാറ്ററും ഇടിയപ്പമാണ് കേട്ടോ. ചപ്പാത്തി എനിക്ക് അത്രയ്ക്ക് മടി വന്നാൽ മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പരത്താ ചെയ്യുക. പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാമ്പാർ, ചമ്മന്തി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും യൂസ് ആക്കുന്ന സംഗതികളൊക്കെ തന്നെയായിരിക്കും. പറയണ പോലെ നമുക്ക് തിരക്കാണ്, പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഈ സാധനമൊക്കെ നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അത് നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുമ്പം അവരത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്വാഭാവികം. അപ്പോൾ ഈ ഒരു ചിദോസേൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭക്ഷണം ഉണ്ടാക്കണേ? അപ്പം നമ്മൾ പറയും വിശപ്പ് മാറ്റാൻ അല്ലേ. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാവിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്കലത്തെ ഭക്ഷണം, രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ കുക്ക് ചെയ്യുന്നത് വെറും ഓരോ നേരത്തെ വിശപ്പ് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. നമ്മുടെ അത് കഴിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് കുറച്ച് ആരോഗ്യപരമായിട്ട് ജീവിക്കാം എന്ന് കരുതിയിട്ട് ഈ 1000 വർഷത്തെ കണക്ക് പറയുമ്പോൾ 1000 വർഷത്തെ ആയുസ് അങ്ങോട്ട് എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത് അവരുടെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് മടി വന്നാലും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ഇതൊന്നും കഴിക്കരുതെന്നൊന്നും അല്ല കേട്ടോ. ഞാനും എനിക്ക് മടി വരുമ്പോഴും എളുപ്പപ്പണിക്കൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യും. കാരണം അത്രയ്ക്കും ബിസിയാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ സംഗതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മമാർ എത്ര തിരക്കാണ്, എത്ര സമയമില്ലെങ്കിലും അവരെന്താ പറയുക, സ്ക്രാപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് ഇതാക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നല്ല ഭാവിക്ക് വേണ്ടി നല്ല നല്ല ഭക്ഷണം കഴിക്കാം. അപ്പം നമുക്ക് 1000 വർഷത്തേക്കുള്ള സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, ഈ പ്രകൃതി, അവർക്കും നമ്മൾ ഒരു ഗ്യാരണ്ടിയൊക്കെ കൊടുക്കണ്ടേ? ഇപ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ, പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത്രയും മാസങ്ങളിൽ നമ്മൾക്ക് മഴമാസമായിരിക്കും, ഇത്രയും മാസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ചൂടായിരിക്കും, ഇത്രയും മാസങ്ങളിൽ നമുക്ക് തണുപ്പായിരിക്കും. അങ്ങനെ നമുക്കൊരു കറക്റ്റ് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല മഴയും ചൂടും തണുപ്പൊന്നും വരണത്. കാരണം എന്തൊക്കെയോ നമ്മളും അതിനൊക്കെ ഒരു റീസൺ തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ ഒരു സംഭവമൊന്നുമല്ല, പണ്ടത്തെ ഒരു റുട്ടീനൊന്നുമല്ല ഇപ്പം പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് റീസൺ നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അവർക്കും
നമ്മൾ ഈ ഒരു പ്രകൃതി ഒരു ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് അവസരം ഒരുക്കി തരുന്നുണ്ട്. അപ്പം അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കല്ലേ. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ഭാഗമായിട്ട്, പക്ഷേ എനിക്കിതിൽ പറയാൻ ഇച്ചിരി കുറ്റബോധമുണ്ട്. കാരണം ഇവരുണ്ടല്ലോ ചിതോസ വെച്ചിട്ട് ഇവർ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അവർ വീട്ടിൽ നമ്മൾ സ്റ്റോറേജ് ബോക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെക്കറേറ്റംസ് ആയിക്കോട്ടെ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഞാൻ തന്നെ ഇപ്പോൾ അടുക്കളയിൽ നോക്കുകയാണ്, ഞാൻ സ്റ്റോറേജ് കണ്ടെയ്നർ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ 100%-ൽ 90% നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സംഗതികളാണ്. നമ്മൾക്കറിയാം പ്ലാസ്റ്റിക് എത്രത്തോളം നമ്മളുടെ ഈ പ്രകൃതിക്ക് ദോഷമാണെന്നുള്ളത് നമ്മൾക്കറിയാം. വെറുതെ ഇരിക്കുമ്പോഴല്ല, കത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ, കത്തിക്കാതിരുന്നാൽ മതിയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു പ്രകാരം ഇവരിങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ആക്കില്ല. അതായത് പ്രകൃതിക്ക് ദോഷമായിട്ട് വരുന്ന പ്ലാസ്റ്റിക് പരമായിട്ടുള്ള കണ്ടെയ്നർ ബോക്സുകൾ അങ്ങനത്തെ ഒന്നും അവർ യൂസ് ആക്കത്തില്ല, അത് കത്തിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ കുക്ക് ചെയ്തിട്ടും നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഈ വേസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവർ പച്ചക്കറികളിലൊക്കെ കൊണ്ടുപോയി ഇടും. അങ്ങനെ നമ്മൾ കാത്ത് പരിപാലിക്കുന്ന പോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ അവർ ഒരേ സമയം തന്നെ കാത്ത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കുള്ള 1000 വർഷം പോലെ തന്നെ ഭൂമിക്ക് 1000 വർഷമല്ല, അതിൻ്റെ ഇരട്ടി വേണ്ടേ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കുട്ടികൾക്കിടെ ആ ഒരു സൈഡിലോട്ടേക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം ചില നല്ല നല്ല ശീലങ്ങളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ അമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് മേ ബി നമ്മുടെ അമ്മമാർക്ക് അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുത്തതായിരിക്കാം, അവർക്ക് അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുത്തതായിരിക്കും. അങ്ങനെ തലമുറകളായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടി വരുന്ന ചില നല്ല നല്ല ശീലങ്ങളും നല്ല നല്ല റുട്ടീൻസൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും. പക്ഷെ അത് ഇനിയും തുടർന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളത് പകർന്നു കൊടുത്താലാണ് അതിങ്ങനെ ഒരു ലെഗസി പോലെ 1000 വർഷത്തോളം അല്ലെങ്കിൽ അതിന് മേലെ ഇങ്ങനെ പിന്തുടർന്ന് പോകത്തുള്ളൂ. ഇന്നിപ്പം ഒരുപാട് പേര് ബിസി വർക്കിംഗ് മോംസ് ആയതുകൊണ്ട് ഈ പണ്ടത്തെ ആൾക്കാരെ പോലെ അമ്മമാരുടെ കൂടെ അല്ല മക്കൾക്കുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് പറ്റുന്നില്ല. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴേ തന്നെ മമ്മി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാ കാര്യങ്ങൾക്കും അവർ പിറക്കെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ജോലി 2 പേർക്ക് ജോലി ഉണ്ടെങ്കിലൊക്കെ തന്നെയാണ് നല്ല രീതിക്ക് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും കുട്ടികൾക്ക് കൂടെ അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് പറ്റാറില്ല. നമ്മൾ ചില വീഡിയോസും ചില ഷോർട്ട് ഫിലിംസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിലിങ്ങനെയുണ്ട്, ഭയങ്കര കാശുള്ള വീട്, അവിടെ 2 അച്ഛനും അമ്മയും ജോലിയായിരിക്കും, കുട്ടികളൊക്കെ ആയിരിക്കും. കുട്ടികൾക്ക് എന്താ പറയുക, ചോദിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട്. അതായത് അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് അവർ ചോദിക്കുന്ന പോലെ ടോയ്സ് കിട്ടുന്നുണ്ട്, ചോക്ലേറ്റ്സ് കിട്ടുന്നുണ്ട്, ഡ്രസ്സസ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ പാരൻസിന് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല. ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രസൻസ് ആണ്. നമ്മുടെ പ്രസൻസിനായിരിക്കണം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത്. ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ ആരെയും കുറ്റം പറയില്ല. കാരണം എല്ലാവർക്കും തിരക്കാണ്, ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇന്ന് നല്ല രീതിക്ക് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം കുട്ടികൾക്കുടെ കൂടെ സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ജാപ്പനീസ് വീടുകളിൽ അമ്മമാർ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ എപ്പോഴും കുട്ടികൾക്കുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് ഈ നമ്മൾ 1000 വർഷത്തെ ഈ ചിതോസയുടെ സംഭവം ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ അമ്മമാർക്ക് അവരുടെ അമ്മമാർ അവരുടെ മുന്നത്തെയുള്ള അമ്മമാർ അങ്ങനെ തലമുറകളായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനിയും 1000 വർഷം നല്ലൊരു തലമുറയെ നമ്മൾക്ക് വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മളെ മക്കൾക്കുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സൊസൈറ്റിയിൽ അവരെങ്ങനെ നല്ലവരായിരിക്കണം, മറ്റുള്ളവരോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം. പിന്നെ മുതിർന്നവരെ കണ്ടിട്ടാണ് കുഞ്ഞു കുട്ടികൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതെ എപ്പോഴും നമ്മൾ തിരക്കാണ്, എപ്പോഴും ജോലിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരും അങ്ങനെ ഒരു എന്താ പറയുക ഐസൊലേറ്റഡ് ആയിട്ട് പോകും. അവർക്കും മറ്റൊരു വ്യക്തിയുടെ അടുത്തിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനോ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനോ ഒക്കെ അവർക്കും കുറയും എന്നാണ് പറയപ്പെടുന്നത്. ഈ നേച്ചറിനും നമ്മുടെ കുടുംബത്തിനും 1000 വർഷത്തെ ഈ ഒരു സംഭവം കൊടുക്കുമ്പോൾ അതിനു മുന്നേ നമ്മളും നല്ല അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ തന്നെ മറന്നു പോകാതിരിക്കുക. 24 മണിക്കൂറിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും അവനവന് വേണ്ടിയിട്ട് ഡെയിലി സ്പെൻഡ് ചെയ്യാതിരിക്കുക. സ്പെൻഡ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇനി മുതൽ അടുക്കളയിൽ കയറിയിട്ട് ദൈവമേ കുക്ക് ചെയ്യണമല്ലോ അടിക്കണമല്ലോ തൂക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട് ഓക്കെ ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു, അടിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു. ഇതൊക്കെ ഞാൻ ഇപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബേസാണ് നമ്മൾ ഇപ്പോഴേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എന്നൊരു ചെയ്യുക. നമ്മളില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണം ഭാവി തലമുറയ്ക്കും കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.